ആരാ വിളിച്ചത്? എനിക്ക് വേണ്ടപ്പെട്ടവരാ. എന്ന് വെച്ചാ ഊരും പേരൊന്നുമില്ലേ? റോസി പ്ലീസ്, എന്നെ ഒന്ന് തനിച്ചു വിട്ടേക്ക്. എടുത്തോ. കുറച്ച് അങ്ങോട്ട് നോക്ക്. ഇനി നേരെ മതി. ഇത് ഒത്തിരി ആയില്ലേ? ഒന്ന് അടങ്ങടി, എടുക്കട്ടെ. റെഡി? മതി ബാലുവേട്ടാ, ഇങ്ങനെ ഓരോ യാത്ര പോകുമ്പോഴേ എന്റെ ഒത്തിരി ഫോട്ടോസ് എടുത്ത് കൂട്ടാറില്ലേ? എടി, അത് ഈ തിരുമോന്ത എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയല്ലേ, ഒരിടവേളയും വരാതെ ഒരകലവും തോന്നാതെ. ആണോ? എന്നാൽ ഇത്തവണ അത് വേണ്ട. ബാലോട്ടൻ പോകുന്നതേ ഇളവന്നൂർ കൊട്ടാരത്തിലേക്കാ. ഞാൻ ജനിച്ചു വളർന്ന എന്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ ഇങ്ങോട്ട് നോക്കിയാൽ എന്നെ കാണാം. അലൈപായുതേ കണ്ണാ എന്താ ബാലോട്ട ഇത്? ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. നീ ആരാടി? MS സുബ്ബലക്ഷ്മി? അതോ ലതാ മങ്കേഷ്കർ? കല്യാണത്തോടെ ഈ കച്ചേരി നിർത്തിയില്ലെങ്കിലേ എന്റെ ജന്മം പാഴാ, കട്ടപ്പോക. കളിയാക്കണ്ട, ഇത് പാവങ്ങളുടെ വയറ്റിപ്പഴപ്പാ. ഓ, അപ്പോഴേക്കും ഫീൽ ചെയ്തോ? ഞാനൊരു തമാശ കാണിച്ചതല്ലേ, സോറി. ഗാന കോകിലമേ, സോറി. ടോമി, ടോമി, എന്താ ഒരു ശബ്ദം? ഞാനൊരു മുട്ട പൊട്ടിച്ചത്, അത് ഇപ്പൊ ഓംലെറ്റ് ആയി. അതല്ല, വലിയൊരു ഒച്ച കേട്ടത്. ഒരു മുട്ട പൊട്ടിച്ചത് ഇത്രയും വലിയ ഒച്ചയോ? ടോമി, കാര്യം ചോദിക്കുമ്പോ ഒരുമാതിരി. പിന്നെ ഈ ഒച്ചയൊക്കെ ആ പ്രേതത്തിന്റെ വേലയാണെന്ന് ഇനി ഞാൻ പറഞ്ഞിട്ട് വേണം. എനിക്കറിയാമെങ്കിലും ഞാൻ പറയത്തില്ല. ലോകത്ത് എവിടെയും നടപ്പില്ലാത്തൊരു ഗേൾ ഫ്രണ്ട് അല്ലേ, അനുഭവിച്ചോ? കുട്ടികൃഷ്ണ, അലറി വിളിക്കണ്ട. ആ ഫോട്ടോ കത്തിച്ചത് ഞാനാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആ പെണ്ണിന്റെ ഫോട്ടോയുടെ ചന്തം നോക്കി നിൽക്കണോ? റോസി, നിനക്കെല്ലാം തമാശയാണ്. എനിക്കല്ല, ബാലുവിന് തമാശ. എന്നെ, എന്റെ സ്നേഹത്തെ. അല്ലെങ്കിൽ പറ, ആരാ ഇവൾ? അഞ്ജലി, ഞാൻ കെട്ടാൻ പോകുന്ന, എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ്. ഞങ്ങൾ സ്നേഹത്തിലാണ്. അപ്പോ ഇത്രയും കാലം ഞാൻ എന്തിനാ നിങ്ങളെ സ്നേഹിച്ചത്? ഒരു നിഴല് പോലെ നിങ്ങളുടെ പുറകെ നടന്നത്. ഒരു ദുരന്ത പ്രണയകഥയിലെ നായികയാക്കി ആദ്യം വിധി എന്നെ ചതിച്ചു. ഇപ്പോ അഞ്ജലിയോടൊപ്പം ചേർന്ന് ബാലു എന്നെ ചതിക്കുക. റോസി, നീ എന്തൊക്കെയായി പറയുന്നത്? സ്നേഹിച്ചതിന്റെ പേരിൽ ഇനിയും ചതികൾ ഏറ്റുവാങ്ങാൻ മനസ്സല്ല എനിക്ക്. ബാലുവിന് എനിക്ക് വേണം. ബാലുവിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണും കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല. ബാലു എന്റേതാണ്, എന്റേത് മാത്രം. എങ്ങോട്ട് പോയി? എന്താ ബാലു? ഒന്നുമില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട്. മുഖം കണ്ടാൽ അറിയാം. അവൾ ഉപദ്രവിച്ചോ? എങ്കി പറ. എന്റെ കയ്യിൽ ഒരു 5-6 28 നമ്പർ ഉണ്ട്, വേണേ ഇറക്കാം. ഒരു നമ്പർ വേണ്ട, ആളെ വെറുതെ വിട്ടാ മതി. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. പാമ്പും കൂട്ടിക്കിടന്ന പാമ്പ് വേലായുധൻ ഒടുവിൽ പാമ്പ് കടിച്ചു എത്തൂ എന്ന് പറഞ്ഞ പോലെയായി. എന്ന് വെച്ചാ സാറിന്റെ ക്ലോസ് ഫ്രണ്ടായ പ്രേതം സാറിനെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്ന്. ഇല്ല, ഇനി അവൾ ആരെ ഉപദ്രവിക്കില്ല. ഈ യക്ഷിയെ ഞാൻ ഒതുക്കി തരാം. ഒതുക്കാൻ പോണോ എന്റെ കോലം? എടോ, താൻ കളിയാക്ക.
കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കെന്ന് പുലികളോടും സിംഹങ്ങളോടും മല്ലിട്ട് ഫോട്ടോ എടുത്തവരായി കേക്ക്. എനിക്കിട്ട് അവൾ ഒരുപാട് പണി തന്നതല്ലേ. ഏത് കോപ്പിലെ യക്ഷിയാണെങ്കിലും ഞാൻ അവളെ ഒതുക്കും. പേടിച്ചു പോയോ? നട്ടപ്പാരയ്ക്ക് സെമിത്തേരിയിൽ കിടന്ന് ഉറങ്ങി ശീലിച്ചവനാ തൊമ്മി. എനിക്കൊരു പിശാചിനെയും പേടിയില്ല. അയ്യോ നാട്ടുകാരെ ഓടി വരലേ, രക്ഷിക്കലേ. നല്ല വിഷ്വൽസ്. 2 സ്നാപ്പ് എടുക്കാമായിരുന്നു. മനുഷ്യനിവിടെ ചാവാൻ പോകുമ്പോഴാ അവന്റെ ഒരു ഫോട്ടോ എടുപ്പ്. ആ ശരിയാണല്ലോ. എടാ ബാലു ഓടി വേണ, ഞങ്ങളൊന്ന് താഴേക്ക് ഇറക്കി. സാറേ ഞങ്ങളെ രക്ഷിക്ക്. ബാലു ഞങ്ങളൊന്ന് കണ്ടടാ. നിങ്ങൾ എങ്ങനെ അവിടെ എത്തി? ഫ്ലൈറ്റിന് വന്നിറങ്ങി. ചോദ്യം കേട്ടില്ലേ? എടാ എത്തിയതല്ല, എത്തിച്ചതാ നിന്റെ യക്ഷി എയർവേസ്. സാറേ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തലയിറങ്ങി വീഴും. സാറിന് കോടി പുണ്യം കിട്ടും. അതെ അതെ, സൂക്ഷിച്ചിറങ്ങ്. നിന്നോടാ. ഓ പതുക്കെ ഇറങ്ങണേ. എനിക്ക് ഏണി കൂടി ഇറങ്ങി നല്ല പരിചയമുള്ളതാ. നീ സൂക്ഷിച്ചിറങ്ങിയ ഏണി വേണ്ടായിരുന്നു. ബാലു, ഇത് സംഗതി ആകെ സീരിയസാ. വർമ്മസാറും കുടുംബവും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടേ എല്ലാം. അതാ ബുദ്ധി. അസലായി. എങ്കിൽ പിന്നെ ആ മഹേന്ദ്രവർമ്മയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ. എന്നെ തൂക്കി വെളിയിറങ്ങിട്ട് ആ ബോംബെക്കാരി കൊട്ടാരടിച്ച് നിരപ്പാക്കും. അതുകൊണ്ട് ആ പ്രേതത്തിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അതിനെ മടക്കി അയക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതിന് റോസി എവിടെ? പിണങ്ങിപ്പോയില്ലേ? വർമാജി അഞ്ജലിയൊക്കെ ഇന്നെത്തും. അവരിതൊക്കെ അറിഞ്ഞ ബാലു, ഇനി എന്തൊക്കെയാണ് അവ സംഭവിക്കാൻ പോണത്? ക്ലോക്ക്. ഫോണാ? വേണ്ട, ഫോണൊന്ന്. അതെനിക്ക് മനസ്സിലായി. ഹലോ ഹലോ, റോങ് നമ്പർ. കേക്കേ കേക്കേ. ഓ, എളവന്നൂർ ഭഗവതി കാത്തു. 7:30 വെളുപ്പിന് പുറപ്പെട്ടതാ. ഒരുവിധം എത്തിന്ന് പറഞ്ഞാ മതി. ആ, നിങ്ങൾ ഇറങ്ങണില്ലേ? എന്താ ഇത്? എന്താ പെട്ടെന്ന് ഇങ്ങനെ? പേടിക്കണ്ട, കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെയാ കാറ്റും കോളും ഒക്കെ. വരൂ, അകത്തേക്ക് പോവാം. രാവിലെ പോയാ മതി. അയ്യോ, കറണ്ട് പോയി. കറണ്ട് പോയി എന്തിരിക്കുന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ അശ്രീകരങ്ങളാ. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ടയർ പഞ്ചറായി, പെട്രോൾ തീർന്നു. ഒരു ബസ്സുമായിരുന്നു ഒരസി. നോക്കി നിൽക്കാതെ പോയി വിളക്ക് കത്തിക്ക്. കേക്കേ ചെല്ല്. താൻ ഇവിടുത്തെ കുക്കല്ല, താൻ ചെല്ല്. കേക്കേ ചെല്ല്, താൻ ചെല്ല്. ഒന്ന് പോണോ? പാലു ഇത് അവളാ. അവള് രണ്ടും കൽപ്പിച്ച. തന്നോട് ചോദിച്ചില്ല. നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കോ, ഞാനിപ്പോ വരാം. കേറി പോവാൻ. അലു, എങ്ങോട്ടാ താനീ നേരത്ത്? റോസി,
റോസി, നിനക്കെന്ത് പറ്റി? അവൾ വന്നൂല്ലേ എന്നെ തോൽപ്പിക്കാൻ? റോസി, ഇല്ല, അവളോടൊപ്പം ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. റോസി, നീ സ്വാർത്ഥയാണ്. അതുകൊണ്ടാ. ഒന്ന് നീ ഓർക്കണം, ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. അറിയാം, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, ഇനി ഒരിക്കലും സ്നേഹിക്കാനും കഴിയില്ല. പക്ഷെ ഞാൻ ഒരാളെ മാത്രമേ ഈ ഭൂമിയിൽ സ്നേഹിച്ചിട്ടുള്ളൂ, നിങ്ങളെ. റോസി, ഞാനൊരു മനുഷ്യനാണ്, നീ ഒരാത്മാവും. ശരിയാ, നിങ്ങളുടെ ലോകത്ത് ഒരാത്മാവിന് സ്ഥാനമില്ല. പക്ഷേ ആത്മാവായ എന്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് വരാം. മനുഷ്യനും ആത്മാവും തമ്മിലല്ലേ ചേരാകുള്ളൂ. ആത്മാവും ആത്മാവും തമ്മിൽ ചേരുമല്ലോ. എനിക്ക് നിങ്ങളുടെ ആത്മാവ് മതി. റോസി, വേണ്ട. വേണം, എനിക്ക് വേണം. അതിന് തടസ്സം നിൽക്കുന്നത് അവളാണെങ്കിൽ അവളെ ഞാൻ കൊല്ലും.